ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കത്തോലിക്ക തിരുസഭ യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ആദ്യമായി തന്നെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. യേശുവിനോടുള്ള വിശ്വാസത്തെ പ്രതി 21 വർഷം ജയിലിൽ അടക്കപ്പെട്ട ധീരനായ ഒരു ചൈനീസ് ആർച്ച് ബിഷപ്പിൻ്റെ കഥ ഇപ്രകാരമാണ്. ജനലുകളില്ലാത്ത നനഞ്ഞ ഒരു സെല്ലിൽ 5 വർഷത്തെ ഏകാന്ത തടവിനു ശേഷം ജയിലർമാർ അദ്ദേഹത്തോട് താൻ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ ഏതാനും മണിക്കൂർ വിടാമെന്ന് പറഞ്ഞു. 5 വർഷത്തെ ഏകാന്ത തടവിനു ശേഷം താൻ ആഗ്രഹിച്ചത് ചെയ്യാൻ 2 മണിക്കൂർ ലഭിച്ചു. ചൂടുവെള്ളത്തിൽ ഒരു കുളി, വസ്ത്രം മാറൽ, പുറത്തേക്ക് നീണ്ട ഒരു നടത്തം, കുടുംബത്തെ വിളിക്കാനോ എഴുതുവാനോ ഉള്ള അവസരം. ഈ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ജയിലർ ചോദിച്ചു. ആർച്ച് ബിഷപ്പ് മറുപടി പറഞ്ഞു, ഞാൻ ദിവ്യബലി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദിവ്യബലിയുടെ മൂല്യം എത്രമാത്രമാണെന്ന് വെളിപ്പെടുത്തുന്ന സംഭവമാണിത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ഒരിക്കൽ കൂടി നമ്മൾ ആഘോഷിക്കുമ്പോൾ ദിവ്യബലിയുടെ അർത്ഥം എന്താണെന്നും അതിൻ്റെ മൂല്യവും പ്രാധാന്യവും എന്താണെന്നും ദിവ്യബലിക്കും ദിവ്യകാരുണ്യത്തിനും നാം നൽകുന്ന വില എത്രമാത്രമാണെന്നും നമുക്ക് ധ്യാനിക്കാം. പലപ്പോഴായി നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരിവർത്തനമാണ് മാറ്റമെന്നത്. അങ്ങനെ മാറ്റപ്പെടുന്ന രഹസ്യമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന എന്നത് പൂർണ്ണതയ്ക്കുള്ള സമാനമല്ല, മറിച്ച് ദുർബലർക്കായുള്ള മരുന്നാണ്, ജീവിതയാത്രയ്ക്കായുള്ള ശക്തിയാണ്, വിശ്വാസത്തിനു വേണ്ടിയുള്ള ഊർജമാണ്. ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ ഒരു വൈദികൻ തൻ്റെ കൈകൾ വച്ച് അപ്പവും വീഞ്ഞും ആശീർവദിക്കുമ്പോൾ അത് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നു. ഈ തിരുശരീരത്തെയും തിരുരക്തത്തെയും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ലോകത്ത് ഇത്രമാത്രം മതപരമായ ചിഹ്നങ്ങളും അടയാളങ്ങളും ഉണ്ടായിട്ടും ദൈവത്തെ നിന്ദിക്കുവാനായി സാത്താൻ സേവകർ എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാന തിരഞ്ഞെടുക്കുന്നത്? അതും അൾത്താരയിൽ ബലിയർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാന കൊണ്ടുപോകുവാൻ കാരണം എന്തായിരിക്കും? അതിനുള്ള ഉത്തരം ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്, ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇത് യേശുവിൻ്റെ വാക്കുകളാണ്. ഈ ദൈവം തന്നെ ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ വന്നിരിക്കുമ്പോൾ അത് സാത്താൻ തിരിച്ചറിയുന്നുണ്ട്. അവൻ്റെ സേവകർക്ക് തിരിച്ചറിയുവാൻ പറ്റുന്നുണ്ട്. ഇതുവരെ അത് മനസ്സിലാകാതെ പോകുന്നത് അവൻ്റെ സ്നേഹിതരാണെന്ന് പറയുന്ന നമുക്ക് മാത്രമാണ്. ലോകം ഇന്ന് സ്നേഹത്തിനും സൗഹൃദത്തിനും ലക്ഷ്യത്തിനും വേണ്ടി ഓടുമ്പോൾ യേശു നിശബ്ദമായി ലളിതമായി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ തന്നെയാണ് നമ്മിൽ നിറയുന്നത്. ഈ ദൈവത്തെ മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അവസാനമായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 16-17 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രമാണ് ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗവത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗവത്വമല്ലേ? അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. അങ്ങനെ പല കുടുംബത്തിൽ നിന്ന് വന്ന നാം ഈ ദിവ്യബലി മധ്യേ നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ ഒറ്റ ശരീരമായി തീരാൻ പോകുന്നു. പ്രിയ സഹോദരരെ, ഓരോ ദിവസവും നാം കുർബാന അർപ്പിക്കുമ്പോൾ അത് ഒരു റിയാലിറ്റി ഷോ ആയി മാറാതെ പൂർണ്ണ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ് നാം സ്വീകരിക്കുന്നതെന്നും യേശുവിനെ പോലെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമർപ്പണ മനോഭാവത്തോടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ.